അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിപ്രിയ അന്നമ്മ ചാക്കോ ആന്റിയാണ്. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, സ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ വിശേഷാൽ നടക്കുന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസിപ്രിയ അന്നമ്മ ചാക്കോ ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇങ്ങനെ ഒരു അവസരം അരോമ ടി വിയിൽ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ദാനിയൽ ജോണിനോടും ഈ ടീമിനോടും ഞാൻ അതിയായി കടംപെട്ടിരിക്കുന്നു. അതുപോലെ എന്നെ പാസ്റ്ററിനെ പരിചയപ്പെടുത്തിയ എൻ്റെ കസിൻ സിസ്റ്റർ മേരി ജോർജിനോടും ഇവരുടെ ഹസ്ബൻഡ് വിൽസൺ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അവരോടുമുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്താണ്, എന്നാൽ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. എൻ്റെ മൂത്ത മോളും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ബാംഗ്ലൂരിലായിരിക്കുന്നു. എൻ്റെ 2 മക്കള് അവർ ഫാമിലിയായിട്ട് കാനഡയിലായിരിക്കുന്നു. എൻ്റെ മോന് PR-ലാണ് കാനഡയിലായിരിക്കുന്നത്. എൻ്റെ ഇളയ മോൾ ഇവിടുന്ന് പഠിക്കാൻ പോയതാണ്. പഠിത്തം കഴിഞ്ഞ് അവളിപ്പോൾ ഫുൾ ടൈം ജോലിയായിട്ടില്ല, ഫാമിലിയായിട്ട് അവിടെ ആയിരിക്കുന്നു. അരോമ ടി വിയിൽ മിക്കവാറും മിക്ക ദിവസങ്ങളും ഞാൻ എല്ലാവരുടെയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും, എനിക്ക് ഈ അരോമ ടി വിയിൽ ഒന്ന് വന്ന് സാക്ഷ്യം പറയണം. കർത്താവെ, എനിക്കും അതിനൊരു അവസരം ഉണ്ടാക്കി തരണം. ജീവിതത്തിൻ്റെ പല ചുറ്റുപാടുകൾ കൂടി കടന്നു പോയപ്പോൾ കർത്താവ് എന്നെ കൊണ്ടുവന്നായ വിധങ്ങൾ മറ്റുള്ളവരും ഒന്ന് കേൾക്കണം, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്കറിയാം പാസ്റ്ററിനെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെന്ന്. ദൈവകൃപയാൽ ദൈവം അതിന് അവസരം ഉണ്ടാക്കി തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാൻ ആദ്യം മുതലേ എൻ്റെ ബാല്യകാലത്തെ പറ്റി ഞാൻ സംസാരിക്കാം. ഞാൻ കോട്ടയം വാകത്താനത്ത് മുരിക്കാട്ട് ആണ് ജനിച്ചു വളർന്നൊരു ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് 2 വയസ്സായപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എന്നെ വളർത്തിയത് എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ 2ാമത് വിവാഹം ചെയ്തു. പിന്നെ ഒന്നിച്ചാണ് ജീവിച്ചത്. പക്ഷെ എനിക്ക് അന്നേരം ഒന്നും അറിയില്ലായിരുന്നു, എനിക്ക് അമ്മയില്ല എന്നുള്ള വിവരം. രണ്ടാമത്തെ എൻ്റെ മാതാവിന് രണ്ടാമത് എൻ്റെ മദറിന് 3 പിള്ളേരാണുള്ളത്, 2 പെൺമക്കളും 1 ആൺകുഞ്ഞും. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാതാവില്ലെന്നുള്ള വിവരം അറിയുന്നത്. എൻ്റെ കൂട്ടുകാരിൽ കൂടിയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് മാതാവില്ല എന്നുള്ളത്. അന്നുവരെയും എൻ്റെ ജീവിതം സ്വർഗതുല്യമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയും പാട്ടും ആരാധനയും ഒക്കെ ഉണ്ട്. യാക്കോബക്കാരാണെങ്കിലും പ്രാർത്ഥിക്കാതെ ഒരിക്കലും ആഹാരം പോലും തരികയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ദൈവത്തോടുള്ള ആ സ്നേഹം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ജീവിതത്തിലെ കുടുംബത്തിലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാൻ ഓടി വന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചേട്ടൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എനിക്ക് അമ്മയില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് എന്നോട് ആരാ ഇത് പറഞ്ഞു, നിനക്ക് അമ്മയില്ല, നിന്റെ അമ്മയല്ലേ നിന്റെ അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പോയി. പിന്നെ ഞാൻ ചെന്ന് എൻ്റെ ഗ്രാൻഡ് മദറോട് ചോദിച്ചു.
അപ്പൊ എൻ്റെ അമ്മച്ചിക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വലിയ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നെക്കാളും 7 വയസ്സിന് ഇളയതാണ് എൻ്റെ ആങ്ങള. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ വീട്ടില് സ്വല്പം സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടായി. എന്തെന്നൊന്നും എനിക്കറിയില്ല, എന്നോടൊന്നും ആരും കാണിക്കുന്നില്ല. എന്നാലും എൻ്റെ ഫാദർ ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ആ സമയത്ത് ഫാദർ വന്നു കഴിഞ്ഞ് എന്തൊക്കെയോ എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പശുവിന് പുല്ല് പറിക്കാൻ പോകും, പുല്ല് പറിച്ചിട്ട് വരും. വീട്ടിലെ പണികളെന്ന് പറഞ്ഞാൽ അടുക്കള പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ വല്യമ്മച്ചിയാണ് എനിക്ക് എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ പുറത്തെ കാര്യങ്ങളെ വല്യപ്പച്ചൻ കപ്പയിടാൻ പോകുമ്പോൾ കപ്പയിടാനൊക്കെ പോകും, വാഴയ്ക്ക് വളമിടാൻ പോകും, വളമിടാനൊക്കെ പോകും. അങ്ങനെ ഞാൻ വളർന്നു വന്ന പ്രായം എനിക്ക് അങ്ങനെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്തോത്രം. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഏതാണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്താണ് നമ്മുടെ വാകത്താനത്ത് ഒരു ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ ആരംഭിച്ചു. അവിടെ എല്ലാ മതക്കാരും ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കാൻ ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയിൽ വന്നുകൂടി. ആ സമയത്താണ് ബൈബിളുമായിട്ടുള്ള ബന്ധം എന്താന്ന് എനിക്ക് മനസ്സിലായത്. ബൈബിൾ എന്നും വായിക്കും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സുകാരുടെ ആരാധന ആരാധിക്കും. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവിനെ പറ്റി ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞു തരാത്ത അവസരത്തില് ഐക്യ ക്രിസ്ത്യൻ കൂട്ടായ്മയില് പാട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിപ്പാനും ഒക്കെയുള്ള അവസരം എനിക്ക് കിട്ടി. ആ സമയത്ത് കുഞ്ഞപ്പി ഉപദേശിയായിരുന്നു സാധാരണ അവിടെ വന്ന് പ്രസംഗിക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ദൈവത്തെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ഫാദറും ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ആരാധിച്ചത്. അവർക്ക് ചർച്ച് മാറാനൊന്നും ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇവാഞ്ചലിക്കൽ പള്ളിയിൽ, ഞങ്ങളുടെ വീടിന്റെ മുകളിലുള്ള പള്ളി ആയതുകൊണ്ട് ഇവാഞ്ചലിക്കൽ പള്ളിയിൽ ഞാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഓർത്തഡോക്സ് പള്ളി വിട്ട് എങ്ങോട്ടും പോയിരുന്നില്ല. ആ സമയത്ത് ഞാൻ കോട്ടയം ബസീലിയസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുവാൻ പോയി. അവിടെ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ ബെന്തിക്കോസുകാരുടെ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു ബെന്തിക്കോസ് കുടുംബം ഉണ്ടായിരുന്നു. അവിടുത്തെ പിള്ളേരുമായിട്ടായിരുന്നു എനിക്ക് കൂട്ട്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളായി, എന്നെ അടിക്കുവാനൊക്കെ തുടങ്ങി. എന്നാലും ഞാൻ ബസേലിയസ് കോളേജിൽ നിന്ന് കട്ടുപോയി സ്നാനപ്പെട്ടു. നമ്മുടെ വടവാതൂര പാസ്റ്റർ PM ഫിലിപ്പിന്റെ ചർച്ചില്. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വളരെ പ്രതിസന്ധികളായി. വീട്ടിലാർക്കും ഇഷ്ടമില്ല, ആരും എന്നോട് സംസാരിക്കുന്നില്ല. എങ്കിലും ദൈവം എന്നെ അതിശയകരമായിട്ട് നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. വീട്ടിൽ അങ്ങനെ സ്വരച്ചേർച്ചയില്ലാതെ ആയി. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി തന്നെ എൻ്റെ ഫാദറിന്റെ അനിയനോട് സംസാരിച്ചു. അന്ന് പുള്ളി ബീഹാറിലാണ്. 1977 കാര്യമാണ് ഞാൻ പറയുന്നത്. ബീഹാറിലേക്ക് എന്നെ അമ്മച്ചിയുടെ നിർബന്ധത്താൽ എൻ്റെ ഫാദറിന്റെ അനിയൻ കൊണ്ടുപോയി. ഞാൻ BA ഫൈനൽ കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് എൻ്റെ ഫാദറിന്റെ അനിയൻ ചോദിച്ചു, നിനക്ക് നേഴ്സിങ്ങിന് പോകണം. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നേഴ്സിങ്ങിന് നളന്ദ മെഡിക്കൽ കോളേജിൽ കിട്ടി. ഞാൻ നേഴ്സിങ്ങിന് ചേർന്നു. ഫാദറിന്റെ അനിയൻ്റെ കൂടെ 1 വർഷം നിന്നു. പ്രാർത്ഥനയ്ക്ക് പോകാനോ ആരാധനയ്ക്ക് പോകാനോ ഒന്നും എനിക്കറിയില്ല, എവിടെ വേണമെന്നും അറിയത്തില്ല. ഒരു കത്തോലിക്ക പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, അവിടെ കൂടെ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വീണതായ വിത്ത് ദൈവം മുളപ്പിച്ചു. സ്തോത്രം. ഞാൻ ആ പള്ളിയിൽ പോയാൽ അവരുടെ ദൈവത്തെ ആരാധിക്കുകയോ അവരുടെ ദൈവത്തോട് മുട്ടുകുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ വഴി കാണിക്കണമേ, വഴി കാണിക്കണമേ എന്ന് മാത്രം.
അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എൻ്റെ ഫാദറിൻ്റെ അനിയൻ തന്നെയാണ് എനിക്ക് വിവാഹാലോചന കൊണ്ടുവന്ന്. കാരണം ബീഹാറിലുള്ള ഞങ്ങളുടെ രജിസ്ട്രാറിൻ്റെ മകൻ തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. അവര് രജിസ്ട്രാർ കല്യാണം കഴിച്ചത് ഒരു ഗോവണയാണെങ്കിലും പുള്ളി മലയാളിയാണ്. അങ്ങനെ ഞാനൊരു ഗോവൺ കുടുംബത്തിലേക്കാണ് ചെന്നത്. ദൈവത്തിന്റെ വലിയ നാമ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് എന്നെ നടത്തിയ വഴികൾ എല്ലാവർക്കും എതിർപ്പുണ്ടെങ്കിലും അവർ കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുപോകുമെങ്കിലും ഞാൻ അന്നുവരെയും ദൈവത്തെ ആരാധിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സ്നാനപ്പെട്ടതാണ്, ഞാൻ ബെന്തിക്കോസിലാണ് പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചർച്ചിൽ പോകുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ 1986 ദൈവം എനിക്ക് വേണ്ടി സൗദി അറേബ്യയുടെ വാതിൽ തുറന്നു. സ്തോത്രം. അങ്ങനെയാണ് ഞാൻ 1986 സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു ബെന്തിക്കോസുകാരിയാണ് കർത്താവ് തന്നത് കൂട്ടായിട്ട്. അന്ന് മുതൽ അവിടുന്നുള്ള പ്രാർത്ഥന തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി, കർത്താവേ ഇനി ഞാൻ ചെല്ലുമ്പോൾ എന്നെ ബെന്തിക്കോസ് ചർച്ചിലാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ആരാധിക്കണമെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ല. കുറെ വർഷങ്ങൾ, ഏതാണ്ട് ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനിയും പള്ളിയിൽ പോരത്തില്ല. അവധിക്ക് വരുമ്പോൾ ഞാന് ബെന്തിക്കോസ് പള്ളിയിൽ പോകാം. അപ്പൊ പാട്നയിൽ ഒരു ബെന്തിക്കോസ് ചർച്ച ഉണ്ട്, ഒരു മലയാളി പാസ്റ്ററാണ്. അവിടെ പോകാൻ എന്നൊക്കെ അവിടെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒന്നും പറഞ്ഞില്ല. പുള്ളി എന്നെ അവിടെ കൊണ്ട് വിടാൻ തുടങ്ങി. പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് കത്തോലിക്ക പള്ളി പോകും. ദൈവം അങ്ങനെ പല പല അത്ഭുതങ്ങൾ എന്നിൽ കൂടി ചെയ്യാൻ തുടങ്ങി. 23 വർഷം ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായി പുള്ളിയെ വിടുവിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. സ്തോത്രം. അങ്ങനെ സൗദി അറേബ്യയിൽ ഞാൻ 13 വർഷക്കാലം ജോലി ചെയ്തു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ റിസൈൻ ചെയ്ത് പോയി പിള്ളാരുടെ കൂടെ നിൽക്ക്. ആ ഒരാഗ്രഹത്തോടു കൂടി ഞാൻ പിള്ളാരുടെ കൂടെ നിൽക്കുവാൻ റിസൈൻ ചെയ്ത് 1997 വന്നു. അങ്ങനെ 2 മക്കളെ ഞാൻ ഹോസ്റ്റലിലാക്കി. വീണ്ടും മൂന്നാമത്തെ കുട്ടി, അവർക്ക് 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ കുട്ടി ഉണ്ടായത്. മൂന്നാമത്തെ കുട്ടി ഉണ്ടായി 40ാമത്തെ ദിവസം സൗദി അറേബ്യയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ബംഗ്ലാദേശിലേക്ക് എന്നെ വിളിച്ചു. അവിടെ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസ് ചെയ്യാനും ഒരു കാർഡിയാക് സെന്റർ ഉണ്ടാക്കാനും. അങ്ങനെ 3 വർഷം എനിക്ക് ബംഗ്ലാദേശിൽ പോകുവാൻ സാധിച്ചു. കുടുംബമായി എൻ്റെ മക്കൾ എന്നോടുകൂടി ഉണ്ടായിരുന്നു. 2 മക്കൾ ഹോസ്റ്റലിൽ, എൻ്റെ ഇളയ കുഞ്ഞ് എൻ്റെ കൂടെ ആയിരുന്നു. ചുരുക്കി പറയട്ടെ, അവിടെ നിന്ന് ഞാൻ വീണ്ടും സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും രൂപാന്തരം ഉണ്ടായത്. ഞാൻ ചെന്നത് റിയാദിലാണ്. അവിടെയാണ് എൻ്റെ കസിൻ മേരി ജോർജും പാസ്റ്റർ വിൽസനും ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും യഥാർത്ഥമായിട്ട് ആരാധിക്കുവാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ അതിന് ഒരു കണക്കും പറയാനില്ല. ചെയ്ത നന്മകൾ മാത്രമേ ഉള്ളൂ. ഇന്നും എന്നെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ഇപ്പോഴും കടന്നു പോകുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് ഒരു ഇരുമ്പ് പെട്ടി തന്ന് എന്നെ അയച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. വെക്കേഷൻ ഒരു പ്രാവശ്യം വീട്ടിൽ പോകുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. വിൽസന്റെയും പെയ്ത്തിന്റെയും, പെയ്ത്ത് എന്നാണ് ഞാൻ വിളിക്കുന്നവളെ, പെയ്ത്തിന്റെ കൂടെയും ആരാധന തുടങ്ങി. അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ഫാദറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ അടിക്കുന്നതും എന്നെ വഴക്ക് പറയുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം തരുമായിരുന്നു. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത്. എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞ് എന്നെ അവിടുന്ന് വിൽസനും ഫെയ്ത്തും
സൗദി അറേബ്യയിൽ നിന്ന് കയറ്റി വിട്ടു. ഫാദർ മരിച്ചു കഴിഞ്ഞ് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എനിക്ക് കയറുവാൻ അനുവാദമില്ലായിരുന്നു. സ്തോത്രം. പക്ഷെ അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. ദൈവം എന്നെ നടത്തി, അത്ഭുതമായിട്ട് നടത്തി, കൈപിടിച്ച് നടത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഞാൻ പല പരീക്ഷകൾ പാസ്സായി. എനിക്ക് പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞു, നീ മഞ്ഞു പെയ്യുന്ന ദേശത്തെ താമസിക്കുകയുള്ളൂ, കുടുംബമായി ദൈവത്തെ നീ സേവ ചെയ്യും ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമേരിക്കയ്ക്ക് പോകുവാൻ വേണ്ടിയുള്ള പഠിത്തങ്ങളും പരീക്ഷകളും എല്ലാം പാസ്സായി. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഹിതം അതല്ലായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. അവിടുന്ന് UK പോകുവാനുള്ള എല്ലാ പേപ്പറുകളും വന്ന് ഞാൻ UK പോകുവാൻ ഒരുങ്ങി. ഞാൻ ദുബായിയുടെ പ്രദേശത്തെത്തി. അവിടെയായിരുന്നു എൻ്റെ ആങ്ങളെയും ഭാര്യയും. ദുബായിയുടെ പ്രദേശത്തെത്തിയപ്പോൾ എൻ്റെ ആങ്ങളെ എന്നോട് ചോദിച്ചു, ചേച്ചി തനിയെ എന്തിനാണ് ഈ UK പോകുന്നത്? അവിടെ ആരാണ് നമുക്കുള്ളത്? ചേച്ചി പോയാൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ എളുപ്പം വരാൻ പോലും പറ്റുകയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് വളരെ സ്നേഹമായിരുന്നു. അപ്പം ആ ഇടയ്ക്കാണ് അബുദാബിയിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങി. അവിടെ എനിക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ UK പോവാൻ കർത്താവ് സമ്മതിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ചെയ്ത ആ വലിയ പ്രവർത്തികൾ, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ കടന്നു വരുവാനും അബുദാബിയിൽ വെച്ച് സ്നാനപ്പെടുവാനും ഞങ്ങൾ ദൈവത്തെ ഒന്നിച്ച് സേവ ചെയ്യുവാനും ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ഞാനൊരു നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് അൽറഹബ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് തന്ന വീട് 3 bedroom ഫ്ലാറ്റ് ആയിരുന്നു. അവിടെ പ്രാർത്ഥിപ്പാനും അവിടെ എമറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ചുമായിട്ടാണ് ഞാൻ യോജിച്ച് ചെയ്തത്. നമ്മുടെ വീട്ടിൽ നിന്നാണ് എമറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ച് രൂപം എടുത്തത്. നമ്മുടെ വീട്ടിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഇങ്ങനെ 4 ചർച്ചുകൾ ദൈവം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവാൻ അനുവദിച്ചു. അതിനൊക്കെയും ദൈവം ഞങ്ങളെ സഹായിച്ചു. അന്നത്തെ സമയങ്ങളിൽ 2006 ഞങ്ങൾ ചർച്ചിൽ അംഗങ്ങളാകുന്നത്. അന്നൊക്കെയും ഇവിടുന്ന് പാസ്റ്റർമാരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊക്കെയും സേവ ചെയ്യുവാനും ചർച്ചിലെ ആൾക്കാർക്കൊക്കെയും സേവ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വേല എന്നെന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് അറിയാവുന്നത് ബൈബിൾ എടുത്തുകൊണ്ട് പോയി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. പ്രസംഗിച്ച് 10 പേരെ ദൈവത്തിലേക്ക് നേടണം. എന്നാൽ എന്നെ കർത്താവ് കണ്ടത് അതല്ല, വരുന്നവർക്ക് സേവ ചെയ്യുവാനാണ്. കർത്താവിനോട് ഇങ്ങനെ തന്നെ സംസാരിച്ചു. ദൈവവേല എന്ന് പറയുന്നത് സുവിശേഷം പോയി പറയുക എന്ന് മാത്രമല്ല, വരുന്നവരെ സേവിപ്പാനും അവർക്ക് വേണ്ടുന്ന കൊടുപ്പാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതും ഒരു വേലയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത് എന്നെ കൊണ്ട് അബുദാബിയിൽ ചെയ്യിപ്പിച്ചു. 2017 ഡിസംബർ വരെ ഞാൻ അബുദാബിയിൽ ഉണ്ടായിരുന്നു. അവിടെ എന്നെ ദൈവം അത് തന്നെ ചെയ്യിപ്പിച്ചു. അവിടുന്ന് വളരെ സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോന്നു. ആ സമയങ്ങളെല്ലാം എൻ്റെ 3 കുഞ്ഞുങ്ങളും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും സേവിപ്പാൻ ഇടയായി. 3 പേരും സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും ഒന്നിച്ച് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ദൈവം അതിന് ഞങ്ങളെ ഇടയാക്കി. എന്നാൽ ഞങ്ങൾ വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അബുദാബിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കന്ന് വീടില്ല, എവിടോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? നാട്ടിൽ പോയാൽ എവിടെ പോയി താമസിക്കും? അവിടെയൊക്കെയും ദൈവം ഞങ്ങൾക്ക് വഴികൾ ഒരുക്കിയത് ഇങ്ങനെയാണ്. ഞാൻ അബുദാബിയിലായിരുന്ന സമയത്ത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ADCB ബാങ്ക് മുഖേന ഫ്ലാറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഒരാൾ ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി അങ്ങനെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചു. എലങ്കാട് പ്രദേശത്ത് ഞങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങി.
അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തമായി 2 ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ടായി. അവിടെയൊക്കെയും ഞങ്ങൾ ബഥേൽ ഏജ് ചർച്ചിന്റെ അംഗമാണ്. എന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നാലും ബഥേൽ ഏജ് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. ഇംഗ്ലീഷ് ആരാധനയിലാണ് ഞങ്ങൾ സംബന്ധിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ അംഗമാണ്. അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് മർഗണ്ടഹലി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി. എൻ്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരൊക്കെ ബോംബെയിലാണ്. 3 ആൺപിള്ളേരാണ് അവർ 3 പേരും ബോംബെയിലാണ്. എൻ്റെ ഹസ്ബൻഡിന് അവരുടെ കൂടെ പോയി താമസിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അവർക്ക് നല്ല ആൾക്കാരാണ്. എന്നാലും സത്യത്തിൽ ആത്മാവിൻ ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അവർ ഇപ്പോഴും കത്തോലിക്കരാണ്. വളരെ ഭക്തിയോടെ കുടിക്കുകയോ വലിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ആ കുടുംബത്തിലില്ല. ദൈവകൃപയാൽ അവരെല്ലാം നല്ലതായ രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. നമുക്ക് ബോംബെ പോയി എല്ലാവരുടെ കൂടെ ഒന്നിച്ച് താമസിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് ഒത്തിരി പിടഞ്ഞു. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങിയതാണ്. നിന്റെ വേല എന്നെ കൊണ്ട് ചെയ്യിക്കണം. എനിക്ക് വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ആ വലിയ നിലവിളിയുടെ മുമ്പിൽ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. യു ഗോ ടു ബാംഗ്ലൂർ 3 പ്രാവശ്യം എൻ്റെ ചെവിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പൂനെക്ക് പോകാൻ ഇരിക്കുകയാണ്. അവിടെ വീട് കണ്ടുവച്ചിട്ടാണ്. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് പൂനെക്ക് പോകണ്ട, കർത്താവ് എന്നോട് സംസാരിച്ചത് നീ ഗോ ടു ബാംഗ്ലൂർ എന്നാണ്. പുള്ളിക്ക് ഒത്തിരി ദേഷ്യമൊക്കെ വന്നു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, സാരമില്ല, നമുക്ക് ബാംഗ്ലൂരിൽ ആരുമില്ല, അവിടെ ചെന്നാൽ ആരും സഹായിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് ബഥേൽ ചർച്ചിൽ പോയി ചോദിക്കാം പാസ്റ്ററിനോട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ആരുമില്ല. കർത്താവ് ഒരാളെ ഒരുക്കി. ഞങ്ങളുടെ കൂടെ എമിറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രദർ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ബാംഗ്ലൂരിന്റെ കുറേ പ്രദേശങ്ങളിലൊക്കെയും പോയി ഞങ്ങൾ സ്ഥലം കണ്ടു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ പ്രാർത്ഥിച്ച ഒരു തരത്തില്ലെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ വേറൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററും ഞാനും കൂടെ ഈ സ്ഥലത്ത് കയറി തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ നീ എന്നെ ബാംഗ്ലൂർക്ക് വിട്ടെങ്കിൽ നിനക്കവിടെ ഒരു പ്രവർത്തനമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതിനുവേണ്ടി നീ എന്നെ ഒരുക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അബുദാബിക്ക് പോകാനിരുന്ന സമയത്താണ് ഇവർ തന്നെ ഞങ്ങളെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുവാനും ഇവിടെ വന്ന് സ്ഥലം എഴുതുവാനും ഇടയായി. അത് 2010 2014 ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ ഒരു വീട് വെച്ചു. എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കർത്താവ് ചെയ്തു, കർത്താവ് തന്നു, കർത്താവ് പറഞ്ഞു, കർത്താവ് ചെയ്തു, കർത്താവ് ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഈ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോന്നു. 3ാമത്തെ നില പണിതുകൊണ്ടിരുന്നപ്പോൾ 3ാമത്തെ നിലയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് താഴെ വീണു. എനിക്കൊരു ഫോൺ കോളാണ് വന്നത്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കറിയാം 3ാമത്തെ നിലയിൽ നിന്നൊക്കെ വീണെന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല. എന്നോട് എൻ്റെ അതോറിറ്റി പറഞ്ഞു, നീ പൊക്കോ എന്ന്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ ദൈവകൃപ, ദൈവത്തിൻ്റെ കരുതല് എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുകയില്ല. പുള്ളിയുടെ ഒരു എല്ലുപോലും കർത്താവ് ഒടിച്ചില്ല. ദേഹത്തെ മുഖത്തും ഈ പുറത്തുമൊക്കെ ബ്രൂസസ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണുമ്പോൾ എൻ്റെ കർത്താവ് കട്ടിലിൽ എഴുന്നേറ്റ് എന്നെ കണ്ട് ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. വിശ്വസ്തനാണ്. നടത്തിയ വിധങ്ങൾ എങ്ങനെയാണ്, നമ്മളെ കൊണ്ടുവരുന്ന വിധങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ആരാണ്, അവന്റെ പ്രിയ മക്കളാണ്. എന്നോട് പറ്റിച്ചേരുന്നവരോട് ഞാൻ പറ്റിച്ചേരുമെന്നാണ് വാഗ്ദത്തം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ വീണ്ടും ഞങ്ങൾ കർത്താവ് അവസരം തന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് റിട്ടയർ ഒക്കെ ആയി തിരിച്ചിവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ ഈ ഹോള് ഞാൻ ഉണ്ടാക്കി ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചതാണ്. നീ ഇവിടെ ഒരു ഹോള് പണിയണം,
നമുക്കിവിടെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കണം. ഈ ദേശത്തുള്ള എല്ലാവരും അന്യജാതിക്കാരാണ്. ദൈവത്തെ ആരും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നില്ല. ദൈവം പറഞ്ഞനുസരിച്ച് ഞാനൊരു ചെറിയ ഹോൾ, ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോൾ ഉണ്ടാക്കി ഇവിടെ ഞാൻ ഇംഗ്ലീഷുകാർക്കും കന്നഡക്കാർക്കും ഇപ്പോൾ മലയാളക്കാരും ആരാധിക്കുന്നു. ഇംഗ്ലീഷുകാരും നൈജീരിയൻസ് ആയിരുന്നുകൊണ്ട് അവർ തിരിച്ചുപോയി. അവർക്ക് വിസ കൊടുത്തില്ല ഇന്ത്യൻ ഗവൺമെന്റ്. അവർ തിരിച്ചുപോയി. ഇപ്പോൾ കന്നഡയിലെ ആരാധനയും മലയാളത്തിലെ ആരാധനയും ഈ ചർച്ചിൽ, ഈ ഹോളിൽ നടക്കുന്നു. എല്ലാ സൺഡേയിലും എല്ലാ ഫ്രൈഡേയിലും ഈവനിങ്ങില് മലയാളത്തിന്റെ പ്രാർത്ഥന ഇവിടെ നടക്കുന്നു. ഞങ്ങളുടെ ഉദ്ദേശം ഈ മാർഗണ്ഡഹലി ദൈവത്താൽ പിടിക്കപ്പെടണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചതാണ്, കർത്താവെ, എല്ലാ കാര്യങ്ങളും വളരെ വളരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊരു അലച്ചിലും ഇല്ലല്ലോ, ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ ഇടയ്ക്ക്. ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ആ കഷ്ടത്തെ ജയിച്ചത് കർത്താവാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ? സംഭവിച്ച എന്തെന്നറിയാമോ? ഒരു മാസം ഞാൻ 6 മാസത്തേന് എൻ്റെ മക്കളുടെ അടുത്ത് കാനഡയ്ക്ക് പോയി. അതിന് മുമ്പ് എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു അതെടുത്ത് കളയണമെന്ന്. ഞാൻ എന്തിനാ, ഒന്നുമില്ലെങ്കിൽ അത് എടുത്ത് കളയുന്ന എന്തിനാ എന്നുള്ള ആ മനോസ്ഥിതിയിൽ ഞാൻ കാനഡയ്ക്ക് പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങി. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ ആണ്. ഹല്ലേലൂയ. വളരെയധികം ഭാരപ്പെട്ടു. എൻ്റെ കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വേലയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ. കർത്താവെ, എല്ലാം നിന്റെ ഹിതം, എനിക്കൊരു ഹിതവും ഇല്ല, എൻ്റെ കർത്താവിൻ്റെ ഹിതം. അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ ഞാൻ ജീവിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേക വ്യക്തികളെ ദൈവം ഒരുക്കി, ചർച്ചുകളെ ദൈവം ഒരുക്കി, ഇവിടുത്തെ പാസ്റ്റർമാരെ ദൈവം ഒരുക്കി. കണ്ണീരോടുള്ള പ്രാർത്ഥന, വിശ്വസ്തയോടുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. കഴിഞ്ഞ മാസം ഞാൻ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ക്യാൻസർ കംപ്ലീറ്റ് ആയി മാറി. ഞാൻ ദൈവത്തിനെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ദൈവത്തിന് എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കും? ഞാൻ അസുഖമായി, ഞാനിനി ജോലിക്ക് പോകുന്നില്ല. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അവർ തന്നെ വന്നു ഹോസ്പിറ്റലിൽ നിന്ന്, നീ ജോലിക്ക് പോകാതിരിക്കരുത്, ജോലിക്ക് ചെയ്യാൻ, നിന്റെ കസേര ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധ്യതയല്ല, നീ അവിടെ ഒന്ന് ഇരുന്നാ മതി, ഒന്നും ചെയ്യണ്ട. ദൈവം ഒരുക്കുന്ന പദ്ധതികൾ എനിക്ക് തക്ക സമയത്ത് വെള്ളം തരുവാനും തക്ക സമയത്ത് മരുന്നെടുത്ത് തരുവാനും ഒക്കെ കർത്താവ് ആൾക്കാരെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ സൗഖ്യത്തോടെ വീണ്ടും ആ കസേരയിൽ ഇരിപ്പാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. ഇനി എൻ്റെ ഒറ്റ ഒരാഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രദേശത്തെ പിടിച്ചടക്കണം, സാത്താന്റെ സൈന്യത്തെ കാൽ കീഴാക്കണം. അതിനുവേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കണം. ഇങ്ങനെ അസുഖമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇടിവിൽ നിൽക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. എൻ്റെ ജീവിതം കണ്ടിട്ട് പോലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വന്നിട്ടില്ല. എൻ്റെ സിബ്ലിങ്സ് ഒക്കെയും ഇപ്പോഴും അവർ ആരാധിക്കുന്നത് യാക്കോബ ഓർത്തഡോക്സ് പള്ളിയിലാണ്. എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. മുരിക്കാട്ട് കുടുംബത്തിൽ നിന്ന് ആകെ വന്നിട്ടുള്ള 4 കുടുംബങ്ങളാണ്. 4 വ്യക്തികൾ, 4 കുടുംബങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല. എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്, കർത്താവേ, നീ വരുമ്പോൾ ഇവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ കാണണമേ. ആ പ്രാർത്ഥനയിൽ കൂടിയാണ് ഇപ്പോഴും ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ദൈവം വലിയ വലിയ അത്ഭുതങ്ങളെ ചെയ്തു.
ഇന്നും ഇവിടെ ആരാധന നടക്കുന്നു. ഇന്നും ഇവിടുത്തെ ഇപ്പോൾ കന്നഡയിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ര കന്നഡ അറിയത്തില്ലെങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും. പാസ്റ്ററിന്റെ ഭാര്യ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയും, ദൈവം നടത്തിയ വിധങ്ങൾ എങ്ങനെയാണെന്നും. അങ്ങനെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ മക്കള്, ഞാൻ ദൈവത്തോട് ചോദിച്ചത് ഇത് മാത്രമാണ്, കർത്താവേ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ദൈവത്തെ ഇത്രയും ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. പക്ഷെ ഞാനതൊന്നും കാണുന്നില്ല. എങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൊച്ചുമക്കൾ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, കർത്താവിൻ്റെ വേല അവർ ചെയ്യും, നീ ഭാരപ്പെടേണ്ട. ഇപ്പോൾ നീ ഒന്നും കാണുന്നില്ല എങ്കിലും അത് കാണുവാൻ ഇനി അധികം ദൂരമില്ല, അവർ നിന്റെ വേല ചെയ്യും. അങ്ങനെയുള്ളൊരു വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇങ്ങനെ നടത്തുന്നു. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം പെറ്റ് സ്കാനിലെല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞു, കർത്താവ് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും തന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണമല്ലോ. അത് എടുത്തു ചാടുവാൻ നമുക്ക് ഒന്നുമില്ല. കർത്താവ് പറയാതെ ഞാൻ മരുന്ന് ഉപേക്ഷിക്കുകയുമില്ല. കർത്താവിനോട് പറയണം, നീ ഇനി മരുന്ന് എടുക്കണ്ട എന്ന്. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എങ്കിലും പരിപൂർണമായി എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാനിപ്പോഴും ഓടുന്നതിനോ നടക്കുന്നതിനോ ഒന്നും എനിക്ക് പ്രയാസമില്ല. ദേഹത്തെങ്ങും ഒരു വേദനയില്ല. ദൈവം അങ്ങനെ അത്ഭുതമായിട്ട് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ദിവസവും. എന്നും രാവിലെ 8 മണിക്ക് ഞാൻ 6:30 ഞാൻ എഴുന്നേൽക്കും. ഞാൻ 8 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും. 4:30 ആകുമ്പം വീട്ടിൽ വരും. എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് കാനഡയ്ക്ക് പോയിരുന്നു പിള്ളേരുടെ അടുത്ത്. പുള്ളി 6 മാസത്തേക്കാണ് പോയത്. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പം തിരിച്ചു വന്നു. ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു, ഞങ്ങളത് വിറ്റു. കാരണം ഇവിടെ വേറെ ആരും ഓടിക്കാത്തത് കൊണ്ട് കാറ് പുറത്ത് കിടന്നാൽ എലി കടിച്ച് തിന്നുമല്ലോ എന്ന് പേടിച്ചത് വിറ്റു. പക്ഷെങ്കിൽ പുള്ളി 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാർ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പോകുന്നത് സ്കൂട്ടറിലാണ്. ഹല്ലേലൂയ. ഞാൻ സ്കൂട്ടറിൽ അധികം കയറിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ ബൈക്കില് ഈ ബോണയിലൊക്കെ എനിക്ക് അസുഖം പിടിച്ചായിരുന്നു. ഇപ്പം എല്ലാം കുറഞ്ഞു. എന്നാലും കർത്താവ് നടത്തുന്ന വിധം ഞാൻ പറയുകയാണ്, സ്കൂട്ടറെ പോയിട്ട് പോലും എനിക്കൊരു വേദനയേ ഇല്ല. പണ്ടൊക്കെ എനിക്ക് സ്കൂട്ടറെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം സ്കൂട്ടറെ പോയിട്ട് പോലും എനിക്കൊരു വേദനയില്ല, ഒരു പേടിയില്ല. ഞാൻ പിടിച്ചിരിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന കർത്താവാണ്. അവൻ ആർക്കും കടക്കാരനല്ല. ഈ അരോമ ടിവിയിലെ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുമ്പോൾ ഓർക്കുമായിരുന്നു, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് ബൈബിൾ പറയുന്ന എത്ര സത്യമാണ്. എത്ര പേരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, കർത്താവ് എൻ്റെ സാക്ഷ്യം കൂടി അവിടെ ഒന്ന് രേഖപ്പെടുത്തണം, എൻ്റെ സാക്ഷ്യം മറ്റുള്ളവർ അറിയണം. കഷ്ടതയിൽ കൂടെ ഇരുന്ന കർത്താവ് അന്ത്യത്തോളം വഴി നടത്താമെന്ന് പറഞ്ഞവൻ നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും. സംശയിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നിന്നെ നടത്താവെന്ന് പറഞ്ഞാൽ നടത്തുന്നവനാണ്. ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ആ കഷ്ടങ്ങളെ ജയിക്കുവാൻ നമുക്കവൻ അധികാരം തന്നവനാണ്. പാമ്പുകളെയും തേളുകളെയും അവന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്കവൻ അധികാരം തന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ഓടിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൂടാ? ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കൂടി കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് ജീവിപ്പാൻ ഇവർ അനുവദിക്കുന്നില്ല. എങ്കിലും ദൈവത്തെ സേവിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും കുറവില്ല. ഒന്നിനാലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ എവിടെ എത്തുമെന്നുള്ള നമ്മുടെ വലിയ പ്രത്യാശയാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ മക്കളോട് പറയാനുള്ളത്,
എന്തെന്നെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ പിടിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവകാശം ഒരുക്കി തന്ന പാസ്റ്ററിനോടും പാസ്റ്ററിന്റെ അരോമ TV മെമ്പേഴ്സിനോടും ഞാൻ വളരെ താങ്ക്സ് ഉള്ളവളാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞതോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അരോമ TV കൂടി ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ സർവ്വ മക്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരൊക്കെയോ പ്രയാസത്തിൽ കൂടെ രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആണിപ്പഴുതുള്ള കരം കർത്താവേ ഹല്ലേലൂയ വെച്ച് വചനം വായിച്ചതിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോവാൻ എൻ്റെ പിതാവ് സമ്മതിക്കുന്നില്ലല്ലോ. എൻ്റെ പിതാവിന് അത് ഇഷ്ടമില്ലല്ലോ. ഈ ലോകത്തിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, ഒരു മതക്കാർക്ക് വേണ്ടിയല്ല കർത്താവേ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ നിന്നോട് കൂടുതലായി അടുപ്പിക്കുവാൻ നീ കർത്താവെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കണ്ടിട്ടില്ലാത്തവർ, നിന്നെ കേട്ടിട്ടില്ലാത്തവർ കർത്താവെ നിന്നെ അറിയുവാൻ, അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുവാൻ കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കർത്താവിന്റെ കരങ്ങളിൽ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗത്തിലെ ധനത്തിനൊത്തോണം കൊടുത്ത് മാനിച്ച് അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടങ്ങളെ ജയിക്കുവാൻ ഞങ്ങൾക്കൊന്ന് പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞാൻ അരോമ TVക്കായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ കർത്താവെ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മാനേതൃത്വത്തോടും കർത്താവോട് നിറയ്ക്കായി സ്തോത്രം. ശ്രേയും കീഴിൽ മറക്കണമേ. ശത്രു കാണുവാൻ ഒരിക്കലും സമ്മതിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കൂടുതൽ ആൾക്കാരെ, ലോകമെമ്പാടുമുള്ള ആൾക്കാരെ നിന്നിലേക്ക് ആകർഷിപ്പാൻ കർത്താവെ ഹല്ലേലൂയ ഈ TV കർത്താവെ, ഈ TV പ്രോഗ്രാം എല്ലാം കർത്താവെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ക്രൂരത ക്ഷമിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു കേട്ടുത്തരണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ആന്റി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യം മുതൽ ഇന്നയോളം ദൈവം കൂടെയിരുന്നു, കരം പിടിച്ച് നടത്തി. ഒരു പക്ഷെങ്കിൽ ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങൾ ബാല്യത്തിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിലും അമ്മയേക്കാൾ, അപ്പനേക്കാൾ, ചർച്ചക്കാരേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലും കരവും കൂടെയിരുന്നു. അത് അനുഭവിച്ചറിയുവാൻ ഓരോ സമയത്തും ദൈവം സഹായിച്ചു. ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതിൻ്റെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. പിന്നെയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് എത്രത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങൾ 9 മണിക്ക് ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു
വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.